എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. കർണാടക സ്പെഷ്യൽ ഇന്റർവ്യൂ റൂമിലേക്ക് സ്വാഗതം. ശാസ്ത്ര പ്രചാരകനും എഴുത്തുകാരനും നിരീക്ഷകനും ഒക്കെയായ ശബു പ്രസാദാണ് കൂടെയുള്ളത്. ശബു ചേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മൾ അഹമ്മദാബാദ് വിമാന അപകടവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഗൂഢ സിദ്ധാന്തങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാടെണ്ണം ഇങ്ങനെ എയറിൽ ഉണ്ടായിരുന്ന സമയത്താണ് എന്താണ് അപകടത്തിലേക്ക് നയിച്ചെന്നുള്ളതിന്റെ പ്രാഥമിക വിവരങ്ങൾ പുറത്തു വരുന്നത്. ഈ വിവരങ്ങളുമായി ബന്ധപ്പെട്ടും പക്ഷെ ആശങ്കകൾ തീരുന്നില്ല. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? അഹമ്മദാബാദിലെ വിമാന അപകടത്തിന് കാരണം എന്തെന്ന് പറയാറായി. നോക്കൂ, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇടക്കാല റിപ്പോർട്ടാണ്, ഇന്റർവ്യൂ റിപ്പോർട്ടാണ്. അത് മാൻഡേറ്ററി ആയിട്ട് ഈ അപകടം ഉണ്ടായി 1 മാസത്തിനുള്ളിൽ പുറത്തു വരേണ്ട ഒരു റിപ്പോർട്ടാണ്. അപ്പൊ ഇത് നൽകുന്നത് ചില സൂചനകൾ മാത്രമാണ്, കൺഫർമേഷൻ അല്ല. ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഫർദർ ക്ലാരിഫിക്കേഷൻസ് ആവശ്യമാണത്. അതിനെന്തായാലും ഒരു 6 മാസം സമയമെടുക്കും. എങ്കിലും ഇത് ഒരു ആധികാരിക രേഖയാണ്, ഒരു കൃത്യമായ സൂചനകളാണ് ഇത് നൽകുന്നത്. ഇത് നൽകുന്ന സൂചനകൾ നമുക്ക് ഒട്ടും സുഖകരമല്ലാത്ത ഒരു സൂചനയാണ് നൽകുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ അപകടമുണ്ടായ ആദ്യ നിമിഷങ്ങൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കണ്ടു, എല്ലായിടവും മാധ്യമങ്ങളിൽ മുഴുവനും വന്നതാണത്. അപ്പോൾ മുതൽ ഉണ്ടായിരുന്ന വളരെ ഗുരുതരമായ ചില ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഈ വിമാനത്തിന്റെ 2 എഞ്ചിനുകളും ഓഫായി പോയിരുന്നു എന്നുള്ളതാണത്. അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ക്രൂഷ്യൽ. പിന്നെ അതുപോലെ ലാൻഡിംഗ് ഗിയർ ഉൾവലിച്ചിരുന്നില്ല, എഞ്ചിനുകൾ 2 ഓഫായിരുന്നു. ട്രസ്റ്റ് നഷ്ടപ്പെട്ട് ഓഫായി, വിമാനത്തിന് ട്രസ്റ്റ് നഷ്ടപ്പെട്ടാണ് താഴേക്ക് വീണത് എന്നുള്ളതാണ്. എങ്ങനെ ഈ 2 എഞ്ചിനുകൾ ഒരുമിച്ച് കേടാവും? ഏത് യന്ത്രമാണ്, ഏത് ടെക്നോളജി ആയിക്കോട്ടെ, അതിന് അതിൻ്റെതായ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകും, കേടൊക്കെ ഉണ്ടാകും, വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു വിമാനത്തിന്റെ 2 എഞ്ചിനുകൾ, ഒരേപോലെ പ്രവർത്തിക്കുന്ന 2 എഞ്ചിനുകളും ഒരേ സമയം നിന്നു പോവുക എന്ന് പറയുന്നത് അത് നിയർ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്, അസംഭവ്യമായ കാര്യമാണ്. ഒരിക്കൽ ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ട്, ഒരേ ഒരു പ്രാവശ്യം. 2009 ഇവിടെ US നടന്ന ഒരു അപകടമുണ്ട്. അത് ക്യാപ്റ്റൻ സള്ളി എന്ന് പറയുന്ന, ഞാൻ ഒരിക്കൽ മനുജയോട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. 2 എഞ്ചിൻ 3000 അടി ഉയരത്തി വെച്ച് 2 എഞ്ചിനിലേക്ക് ഒരേ സമയം വലിയ ഒരു ഫ്ലോക്ക്, പക്ഷികളുടെ കൂട്ടം ഇടിച്ചു കയറി 2 എഞ്ചിനും നിന്നുപോയ ഒരു സംഭവമുണ്ട്. അതിൻ്റെ അകത്ത് ഒരു ലോജിക്ക് ഉണ്ട്. പക്ഷെ ഒരു ടെക്നിക്കൽ റീസൺ കാരണം 2 എഞ്ചിനും ഒരേ സമയം നിൽക്കുക എന്ന് പറയുന്നത് നടക്കാത്ത കാര്യമാണത്. അങ്ങനെ ഒന്നും ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇവിടെ അങ്ങനെ സംഭവിച്ചിരിക്കുന്നു. അതിന് 2 സാധ്യതകളാണുള്ളത്. ഒന്ന്, ഈ എഞ്ചിനിലേക്കുള്ള ഫ്യൂവൽ സപ്ലൈ നിന്നു. ഫ്യൂവൽ സപ്ലൈ പോകുന്നതും ഇൻഡിവിജ്വലായിട്ട് തന്നെയാണ്, എങ്കിൽ പോലും 2 എഞ്ചിനിലേക്കും ഒരേ സമയം ഇതിനെ ഒരുമിച്ച് കൺട്രോൾ, ഒരു സെൻട്രൽ കൺട്രോൾ സിസ്റ്റം ഇതിനുണ്ടാകും. ആ സിസ്റ്റത്തിലുണ്ടായ വല്ല സോഫ്റ്റ്വെയർ ബഗ്ഗോ അങ്ങനെയുള്ള കാരണം കൊണ്ട് ഈ എഞ്ചിൻ വാൽവുകൾ, ഫ്യൂവൽ പോകുന്ന വാൽവുകൾ അടഞ്ഞു. അങ്ങനെ ആ എഞ്ചിനിലേക്കുള്ള ഫ്യൂവൽ സപ്ലൈ നിന്നു. ഇപ്പൊ നോക്കൂ, ഇതിൻ്റെ അകത്ത് ഇതിന്റെ ചിറകുകളിലാണ് ഈ പ്രധാനമായിട്ടും ഇന്ധനം സ്റ്റോർ ചെയ്യുന്നത്. ഈ ചിറകുകളിലും ഇതിന്റെ ഭാഗമായിട്ട് 54,000 കിലോഗ്രാം, 54 ടൺ ഇന്ധനം അതിലുണ്ടായിരുന്നു. കാര്യം അവിടുന്ന് ലണ്ടൻ വരെ പറക്കേണ്ടതാണത്. അപ്പം ഈ ഇന്ധനം ഈ എഞ്ചിനിലേക്ക് എത്തണമല്ലോ, അത് കത്തണമെങ്കിൽ, അത് ജ്വലിക്കണമെങ്കിൽ ആ ഇന്ധനം ഒരുപാട് പൈപ്പ് ലൈനിൽ കൂടെ ഒക്കെയാണ് പോകുന്നത്. അത് കൺട്രോൾ ചെയ്യുന്ന ഒരുപാട് വാൽവുകൾ അതിനുണ്ടാകും, കൺട്രോൾ സിസ്റ്റംസ് ഉണ്ടാകും, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടാകും. ആ വാൽവുകൾ ഈ കൺട്രോൾ സിസ്റ്റംസിന്റെ തകരാറ് കാരണം, അല്ലെങ്കിൽ തെറ്റായ നിർദ്ദേശം സോഫ്റ്റ്വെയറിൽ നിന്ന് പോയത് കാരണമോ, അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ആ വാൽവുകൾ അടഞ്ഞു. ആ വാൽവുകൾ അടഞ്ഞ് ഇതിലേക്ക്, എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന പ്രവാഹം നിന്നു. അത് ഒരു കാരണമാകാം. അതൊരു ക്രൂരമായ സാധ്യത മാത്രമാണ്, എങ്കിൽ പോലും അതൊരു സാധ്യതയാണെന്ന് വേണമെങ്കിൽ നമുക്ക് കൂട്ടാം. രണ്ടാമത്തേതാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ഒട്ടും അവിശ്വസനീയമായ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പൈലറ്റ് മാനുവലായി ഈ 2 എഞ്ചിനുകളും ഓഫ് ചെയ്തു. കാര്യം ഇവരുടെ മുമ്പിലുള്ള കൺസോൾ, അവർക്ക് ഈ എഞ്ചിനിലേക്കുള്ള നിയന്ത്രണങ്ങൾ മുഴുവനും അവരുടെ കയ്യിലുണ്ട്. ഫ്യൂവൽ സപ്ലൈയുടെ സ്വിച്ചുകളും അവരുടെ നിയന്ത്രണത്തിലാണ്. അങ്ങനെ ചെയ്തു. പക്ഷെ അത് അങ്ങനെ ചെയ്തു എന്ന് വിശ്വസിക്കാൻ
നമ്മളിലെ മനുഷ്യൻ അനുവദിക്കില്ല സാധാരണഗതി. കാര്യം അത് അങ്ങനെ നടക്കുമോ, അങ്ങനെ ചെയ്യുമോ ആരെങ്കിലും എന്നൊക്കെ നമ്മൾ സ്വയം ചോദിച്ച് അതേ അങ്ങനെയല്ല, ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കില്ല. അങ്ങനെ ഒരാൾക്ക്, അതും ഇത്രയും പരിചയസമ്പന്നനായ ബംഗായ പൈലറ്റ് ഇത്രയും ആൾക്കാരുടെ ജീവൻ അപകടത്തിലാക്കിക്കൊണ്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യുമോ എന്നൊക്കെ നമ്മൾ സ്വയം ചിന്തിച്ചും അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് സ്വയം വിശ്വസിപ്പിക്കാനും ഒക്കെ നമ്മൾ ശ്രമിക്കും. പക്ഷെ അങ്ങനെ സ്വയം എത്രയൊക്കെ ആണെങ്കിലും അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്നുള്ള ഒരു സൂചനയാണ് നമുക്ക് ഈ റിപ്പോർട്ടിൽ നിന്ന് കിട്ടുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൽ നിന്ന് അവിടുന്ന് ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറും ഈ കോക്പിറ്റ് വോയിസ് റെക്കോർഡറും ഇത് രണ്ടും കൂടെ ചേർന്ന് ഒറ്റ ബോക്സാണ് ഇപ്പോൾ ഉള്ളത്. പണ്ട് ഇത് രണ്ടും രണ്ടായിരുന്നു. അങ്ങനത്തെ രണ്ടെണ്ണം ഇതിൻ്റെ അകത്തുണ്ട്. കാര്യം സ്റ്റാൻഡ് ബൈ വേറെയും ഉണ്ട്. കാര്യം ഈ വിമാനത്തിൽ എല്ലാ കാര്യത്തിനും അതെ ഒരു സ്റ്റാൻഡ് ബൈ എപ്പോഴും ഉണ്ടാകും. ഒന്ന് പരാജയപ്പെട്ടാൽ മറ്റൊന്ന്. അത് കൃത്യമായിട്ട് ഇവിടെ സംഭവിച്ചു. ഒരെണ്ണം പൂർണ്ണമായും തകർന്നു പോയി, പക്ഷെ ഒരെണ്ണം റിക്കവർ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വിവരം അനുസരിച്ച് ഇത് വിമാനം പറന്നുയർന്ന് ഏകദേശം 4 സെക്കൻഡിന് ശേഷം, ഏകദേശം കഷ്ടിച്ച് 500 അടിക്ക് താഴെ എത്തിയിട്ടുള്ളൂ, 4 സെക്കൻഡിന് ശേഷം ഇടതുവശത്തെ എഞ്ചിന്റെ സ്വിച്ച് ഓഫായി. ഇടതുവശത്തെ എഞ്ചിൻ സ്വിച്ച് ഓഫായി. 1 സെക്കൻഡിന് ശേഷം വലതുവശത്തെ എഞ്ചിൻ സ്വിച്ച് ഓഫായി. എഞ്ചിന് അങ്ങനെ എഞ്ചിൻ സ്വിച്ച് അല്ല, ഫ്യൂൽ സപ്ലൈ കൺട്രോൾ സ്വിച്ച്. അങ്ങനെ എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന പ്രവാഹം നിന്നു. അങ്ങനെ എഞ്ചിൻ നിന്നു. ആ സമയത്ത് തന്നെ കോക്പിറ്റ് വോയിസിൽ നിന്ന് ചോദിക്കുന്നു, എന്തിനാണിത് ഓഫ് ചെയ്തത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ മറ്റേയാൾ ഉത്തരം പറയുന്നു, അത് ഞാനല്ല എന്ന് ഉത്തരം പറയുന്നു. അങ്ങനെ ഓഫ് ചെയ്ത് ഏതാണ്ടൊരു 8-9 സെക്കൻഡിന് ശേഷം ഇടത്തെ എഞ്ചിൻ വീണ്ടും ഓൺ ചെയ്യുന്നു. ഒരു 3 സെക്കൻഡിന് ശേഷം വലത്തെ എഞ്ചിനും ഓൺ ചെയ്യുന്നു. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എഞ്ചിൻ ഓൺ ആകണമെങ്കിൽ, ഓണായി ഇതിലെത്തണമെങ്കിൽ, ഫുൾ ത്രസ്റ്റിൽ എത്തണമെങ്കിൽ ഒരു 2.5 മിനിറ്റ് സമയം ആവശ്യമാണ്. ഇടത്തെ ആദ്യം ഓൺ ചെയ്ത എഞ്ചിൻ അത് പൂർണ്ണ തോതിലേക്ക് എത്താൻ തുടങ്ങി. പക്ഷെ മറ്റേ എഞ്ചിൻ എത്താൻ കഴിഞ്ഞില്ല. ഇതിനെല്ലാം കൂടെയുള്ള സമയവും ഒട്ട് കിട്ടിയില്ല. കാര്യം ഈ വിമാനം ഏതാണ്ട് 500 അടിയേ ഉയർന്നിട്ടുള്ളൂ. അതേസമയം ഇത് സംഭവിക്കുന്നത് ഒരു 2000-3000 അടി മുകളിലാണെങ്കിൽ ഇവർക്ക് ഈ എഞ്ചിൻ വീണ്ടും ഓൺ ചെയ്ത് വിമാനത്തിനെ റിക്കവർ ചെയ്യാനുള്ള സമയം കിട്ടുമായിരുന്നു. കുറെ താഴോട്ട് വരും, പക്ഷെ അപ്പോഴേക്ക് എഞ്ചിൻ ഓണായി അത് കൊണ്ടുപോകാൻ പറ്റും. ഇത് അതിനുള്ള സമയം കിട്ടിയില്ല. ഇതാണ് ഇവിടെ സംഭവിച്ചത് എന്ന് വേണം നമുക്ക് ഒരു നിഗമനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതിന്റെ ഒരു സ്വിച്ചിന്റെ പ്രവർത്തനവും അവിടെ പ്രധാനപ്പെട്ടതല്ലേ? അതായത് അതൊക്കെ മാനുവലി മാത്രമാണ് ബോയിങ്ങിലെ ഈ സ്വിച്ച് ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റുള്ളൂ ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, എല്ലാ വിമാനത്തിലും അതെ. ഇത് മാനുവലായിട്ട് മാത്രമേ ഓണാക്കൂ. അതുമല്ല, അതിന് കുറെ 1-2 വെറുതെ ഒന്ന് കൈ തട്ടിപ്പോയി കഴിഞ്ഞാലൊന്നും ഓണാവുകയും ഓഫ് ആവുകയും ചെയ്യൊന്നുമില്ല. അതിനൊരു പ്രൊട്ടക്ഷൻ ഗാർഡ് ഉണ്ട്, വെറുതെ കൈ തട്ടി പോകാതിരിക്കാനായിട്ടും. അത് മാത്രമല്ല, വെറുതെ അങ്ങ് ഓണാവില്ല. അത് ഒന്ന് പിന്നിലേക്ക് വലിക്കണം. വലിച്ചതിന് ശേഷം മാത്രമേ അത് റൺ അല്ലെങ്കിൽ കട്ട് ഓഫ് എന്നുള്ള പൊസിഷനിലേക്ക് അത് പോവുകയുള്ളൂ. അതിനൊരു ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. ഇപ്പൊ ചില കാറുകളിൽ കണ്ടിട്ടില്ലേ, ആ ഗിയർ ഒന്ന് താഴോട്ട് അമർത്തി വലിച്ചെങ്കിലേ അത് ഗിയറിലേക്ക് വീഴൂ, അല്ലെങ്കിൽ എന്ന് പറയുന്നത് പോലെ ഇതിന് ആ ഒരു സ്പ്രിങ് ഉണ്ട്. അത് മെക്കാനിക്കൽ സ്വിച്ച് ആണത്. അത് പുറകിലേക്ക് വലിച്ച് എന്നിട്ട് വേണം ഇത് മുകളിലേക്കോ താഴേക്കോ മൂവ് ചെയ്യാൻ. അതായത് വെറുതെ അത് ഓഫ് അങ്ങനെ പ്രവർത്തിക്കില്ല. അത് വേണമെന്ന് വിചാരിച്ച് ചെയ്താൽ മാത്രമേ ആ സ്വിച്ചുകൾ പ്രവർത്തിപ്പിക്കാൻ പറ്റൂ. അതാണ് അതിന്റെ അവസ്ഥ. അങ്ങനെയാണെങ്കിൽ അത് മനഃപൂർവ്വമായി കരുതി കൂട്ടിക്കൊന്നതല്ലേ എന്ന് പറയേണ്ടി വരില്ലേ ശശിധര? അല്ല, അട്ടിമറി എന്ന് അതെ, എങ്ങനെ വേണേൽ പറയാം. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇതിനു മുമ്പ് പല ഇൻസിഡന്റും ഉണ്ടായിട്ടുണ്ട്, നമുക്ക് ഓർമ്മയുണ്ടാവും. 2014 MH370 എന്ന് പറഞ്ഞ് ഇവരുടെ മലേഷ്യയുടെ ഒരു വിമാനം, ഒരു പടുകൂറ്റൻ ബോയിങ് വിമാനമാണത്. അത് പെട്ടെന്ന് കാണാതായി. അത് ഇതുവരെ അതിനെപ്പറ്റി ഒരു വിവരം കിട്ടി. അതിന്റെ ബ്ലാക്ക് ബോക്സും കിട്ടിയിട്ടില്ല, CVR കിട്ടിയിട്ടില്ല, ഒന്നും കിട്ടിയിട്ടില്ല. ഫൈനലി അവൈലബിൾ ഡേറ്റ വെച്ച് എത്തിയ നിഗമനം, അന്താരാഷ്ട്ര വിദഗ്ധർ എത്തിയ നിഗമനം, ഇത് പൈലറ്റ് ചെയ്ത പണിയാണ് എന്ന് തന്നെയാണ്. കാര്യം പെട്ടെന്ന് വിമാനത്തിന്റെ ട്രാക്ക് ഓഫ് ട്രാക്കിലേക്ക് അത് പോയി, ഓഫ് റൂട്ടിലേക്ക് പോയി.
പിന്നെ ഇതിന്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം മുഴുവനും ഓഫായി, അതിന്റെ നാവിഗേഷൻ ഓഫായി. അങ്ങനെ പൂർണ്ണമായിട്ട് ഈ വിമാനം ആകാശത്ത് എവിടെയോ കിടന്ന് പറക്കുന്നു എന്നുള്ളതല്ലാതെ ഒരു വിവരവും ഇല്ലാതായി. പിന്നീട് ആ വിമാനത്തിനെ പറ്റി ഒന്നും അറിഞ്ഞിട്ടില്ല. ഇത് അങ്ങനെ ചെന്ന് കടലിലേക്ക് മൂക്കുകുത്തി എന്നാണ് അവസാനത്തെ നിഗമനം. അതുപോലെ തന്നെ 2018 20 ലുഫ്താൻസയുടെ, ജർമ്മനിയുടെ ലുഫ്താൻസയുടെ ഒരു വിമാനം ആൽപ്സ് പർവ്വത നിരകളിലേക്ക് പൈലറ്റ് മനഃപൂർവ്വം ഇടിച്ചിറക്കി. ഇങ്ങനെ പൈലറ്റ് വിമാനവുമായി പോയി ആത്മഹത്യ ചെയ്ത സംഭവങ്ങൾ ചരിത്രത്തിലുണ്ട്. ധാരാളം ഇൻസിഡന്റ് ഉണ്ട്. അപ്പം ഇത് ലോജിക്കലാണോ എന്ന് ചോദിച്ചാൽ, അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ എന്ന് ചോദിച്ചാൽ, ഇപ്പം ഒരു കാര്യമുണ്ട് മനുഷ്യ, ഈ സ്വയം മരിക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറയുന്നത് ലോജിക്കാണോ? നമുക്ക് മനസ്സിലാവുന്ന ലോജിക്കാണോ അത്? അല്ല, ഇതെല്ലാം ഇല്ലോജിക്കലാണ്. സാധാരണ മനുഷ്യൻ അങ്ങനെ ആത്മഹത്യാ മുനമ്പിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇത്രയും നിരപരാധികളുടെ ജീവനോ അതങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. സ്വന്തം ഭാര്യയുടെയും മക്കളുടെയും കുടുംബത്തിനെയും കാര്യം പോലും ഓർക്കാത്തൊരു മനുഷ്യൻ അയാളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത മറ്റുള്ളവരുടെ കാര്യത്തിനെ പറ്റി ചിന്തിക്കുമോ? ഇല്ലല്ലോ. ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് കാര്യം ഇടത്തെ സ്വിച്ചാണ് ആദ്യം ഓഫായിരിക്കുന്നത്. ഇടതുവശത്തെ സ്വിച്ചാണ്. ഈ വിമാനം പറന്നു പൊങ്ങുമ്പം ആദ്യത്തെ ടേക്ക് ഓഫിന്റെ വിമാനത്തിന്റെ ഓവറോൾ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ക്യാപ്റ്റനാണ്. ഇതിന്റെ ലാൻഡിങ്, ടേക്ക് ഓഫ് ഇതെല്ലാം ചെയ്യുന്നത് കോപ്പൈലറ്റ് ആണ്. പക്ഷെ ക്യാപ്റ്റൻ അതെല്ലാം കൃത്യമായിട്ട് മേൽനോട്ടത്തോടെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ സഹായിക്കും. അങ്ങനെയാണ് ചെയ്യുക. അപ്പൊ ഈ കോക്പിറ്റിന്റെ ഇടതുവശത്താണ് ക്യാപ്റ്റൻ ഇരിക്കുക, വലതുവശത്താണ് കോപ്പൈലറ്റ് ഇരിക്കുക. രണ്ടുപേരുടെയും മുമ്പിൽ ഈ ലിവറുകളെല്ലാം ഒരേപോലെ ആക്സസിബിൾ ആയിട്ട് എല്ലാം ഉണ്ട്. അപ്പം ഈ കോപ്പൈലറ്റ് ആണ് ഇത് മുഴുവനും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ആ സമയത്ത് ഈ കോപ്പൈലറ്റ് 100% എൻഗേജ്ഡ് ആണ്. അതിന്റെ വേഗത കൂട്ടുന്നു, എഞ്ചിന്റെ വേഗത കൂട്ടുന്നു, അതിന്റെ ത്രസ്റ്റ് കൂട്ടുന്നു, അത് ടേക്ക് ഓഫ് ചെയ്യാൻ നേരത്തെ ഫ്ലാപ്പ് താഴേക്ക് അതിന്റെ ലിവർ പ്രവർത്തിപ്പിക്കുന്നു. ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ലാൻഡിംഗ് ഗിയർ ഉള്ളിലേക്ക്. അങ്ങനെ ഈ വിമാനം കറക്റ്റ് അതിന്റെ ഡെസിഗ്നേറ്റഡ് ആൾട്ടിറ്റ്യൂഡിൽ എത്തുന്നത് വരെ ടോട്ടലി ഫുൾ ഫോക്കസിലായിരിക്കും ഇരിക്കുക. ആ സമയത്ത് ക്യാപ്റ്റൻ ഇടതുവശത്ത് ഇതെല്ലാം കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടും ഇരിക്കും. ഇതാണ് സിസ്റ്റം. ഇവിടെ ഓഫ് ആയിരിക്കുന്ന ആദ്യത്തെ സ്വിച്ച് ഇടതുവശത്തെ സ്വിച്ചാണ്, ഇടതുവശത്തെ എഞ്ചിനാണ്. ഈ ഇടതുവശത്തെ സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടതുവശത്തിരിക്കുന്ന ക്യാപ്റ്റന്റെ വലത് കൈക്ക് ആദ്യം എത്താവുന്ന പൊസിഷൻ. അപ്പോ നമുക്ക് മനസ്സിലായില്ലേ? അത് കഴിഞ്ഞ് ഉടനെ തന്നെ 1 സെക്കൻഡ് കഴിഞ്ഞ വലതുവശത്തേക്ക്. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കണം, ഇത് ഈ മറ്റേ ഒരാൾ ചെയ്യുമ്പോൾ ടോട്ടലി എൻഗേജ്ഡ് ആയി, ഫോക്കസ്ഡ് ആയി, കോൺസെൻട്രേറ്റഡ് ആയിരിക്കുന്ന മറ്റേയാൾ ഇത് ശ്രദ്ധിച്ചിട്ടില്ല. കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആരും ചിന്തിക്കുന്നുമില്ല. പെട്ടെന്ന് വിമാനത്തിന്റെ ത്രസ്റ്റ് കുറയുകയും എഞ്ചിനിലെ വിമാനത്തിന്റെ ത്രസ്റ്റ് കുറഞ്ഞപ്പോൾ, ലിഫ്റ്റ് കുറഞ്ഞപ്പോൾ ആണ് ഈ മറ്റേയാൾക്ക് ഇത് വരുന്നത്. ആരാണ് ഇത് ഓഫ് ചെയ്തത്? നോക്കുമ്പോൾ എഞ്ചിൻ ഓഫ് ആയിരിക്കുന്നു. ആരാണ് ഇത് ഓഫ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോഴാണ് ഞാനല്ല എന്ന് പറയുന്നത്. ഈ പ്രതികരണങ്ങളിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കുക? അപ്പോഴേക്കും അതായത് ഈ സഹപൈലറ്റ് അല്ല, ഇതിൽ എന്തെങ്കിലും തരത്തിൽ സംശയിക്കേണ്ടിരിക്കുന്നെങ്കിൽ അത് ക്യാപ്റ്റനെയാണ് എന്നാണ് പറയുന്നത്. യെസ്, അങ്ങനെ തന്നെയാണ് നമുക്ക് നാം മനസ്സിലാക്കേണ്ട. എല്ലാം കൂടെ വെച്ച് കൂട്ടി വായിക്കുമ്പോൾ ഇതാണ്. പിന്നെ ഒന്നും ചെയ്യാനില്ല. പിന്നെ മെയ്ഡേ എന്നുള്ള മെസ്സേജ് അയക്കുക എന്നുള്ളതേ ഉള്ളൂ. ആ മെയ്ഡേ മെസ്സേജ് അയച്ചു, അത്ര സമയമേ കിട്ടുകയുള്ളൂ. അതിനു മുമ്പ് സംഭവം പരിപാടി കഴിഞ്ഞു. അതേസമയം ഇത് അത്ര ഹൈറ്റിലേക്ക് എത്തിയിട്ടില്ല, എഞ്ചിൻ ഓഫ് ആക്കിയാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പൂർണ്ണമായി ബോധ്യമുള്ള ക്യാപ്റ്റൻ മനഃപൂർവ്വം ചെയ്തതാണെന്നുള്ള ഒരു കൺക്ലൂഷനിലേക്കാണ് പ്രാഥമിക റിപ്പോർട്ടിന്റെ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. യെസ്, അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെ. അത് വളരെ വിഷമമുള്ള ഒരു കാര്യമാണ്. പക്ഷേ അതിനെ അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി എന്താണ് ഇതിന്റെ ബാക്കി പ്രൊസീജിയേഴ്സ്? അതായത് എല്ലാവരും മരണപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്, പക്ഷെ പ്രാഥമിക അഥവാ ഇടക്കാല റിപ്പോർട്ട് മാത്രമാണിത്. ഇനി എന്താണ്, നമ്മൾ 6 മാസത്തിനുള്ളിൽ പൂർണ്ണമായ ഒരു വിവരം നമുക്ക് ലഭിക്കുമോ? തീർച്ചയായിട്ടും പൂർണ്ണമായ വിവരം ലഭിക്കും.
പൂർണ്ണമായ വിവരം തന്നെ ലഭിക്കും. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. അങ്ങനെ അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. കാര്യം ഇനിയിപ്പോ ഈ CVRലെ കോക്പിറ്റ് വോയിസ് റെക്കോർഡ് ഒരു എന്താണ് 24 hours ഇത് കിട്ടും. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല ഇതിന്റെ അകത്ത്. ഇതിന്റെ കാര്യം വിമാനം ടേക്ക് ഓഫ് ചെയ്ത്, അതായത് അവിടെ നിന്ന് വിമാനം റൺ ചെയ്യാൻ തുടങ്ങുമ്പോൾ മുതലുള്ളത് മതി. അല്ല, ഇയാൾക്കും മരണപ്പെടുമെന്ന് പൂർണ്ണ ബോധ്യമുള്ള ഒരാൾ ഇത് തൊട്ട് മുൻപ് ഒരു ഫ്ലൈറ്റ് കഴിഞ്ഞ് തിരിച്ച് ലാൻഡ് ചെയ്തെടുത്ത ഒരു വിമാനമാണ്. അപ്പോൾ ഇതൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ അസാധ്യമെന്ന്, അല്ലെങ്കിൽ ഒരു മനുഷ്യനത് പറ്റുമോ എന്നൊരു, ഞാനൊരു സാധാരണക്കാരിയാണ്, എന്നിൽ പോലും അങ്ങനെ ഒരു ചിന്ത മാത്രമാണ് വരിക. അല്ല, ഇപ്പൊ ഒരു കാര്യമുണ്ട് മനുജ, അത് പോട്ടെ, അങ്ങനെ ചിന്തിക്കുന്നല്ലേ. നമ്മളൊക്കെ സാധാരണക്കാരാണ്. ആത്മഹത്യ എന്നുള്ളതിനെ പറ്റി ചിന്തിക്കാൻ പറ്റുമോ മനുജയ്ക്ക്? ഇല്ല ഇല്ല. ചിന്തിക്കാൻ കഴിയുമോ? ഒരു സാധാരണക്കാരന് ചിന്തിക്കാൻ കഴിയുമോ? പക്ഷെ ഇത് ആത്മഹത്യ ചെയ്യുന്നവരൊക്കെ സാധാരണക്കാരാണ് അല്ലേ? അപ്പൊ ഇത് എപ്പോഴാണ് മനുഷ്യന്റെ ഓരോ അവസ്ഥകൾ മാറുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇനിയിപ്പോ ഇതിന്റെ അകത്ത് ഈ പൈലറ്റിനെ പറ്റിയുള്ള ഇവരെ പറ്റിയുള്ള അന്വേഷണങ്ങളാണ് വേണ്ട. അവരുടെ ഫോൺ കോളുകൾ, അവരുടെ ആക്ടിവിറ്റീസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടി വരും. എന്തായാലും ഈ അപകടത്തിനെ തുടർന്ന് മാത്രമല്ല, ഈ ബോയിങ് കമ്പനി ഇതിനെപ്പറ്റി ഒരു പ്രത്യേക ഡയറക്റ്റീവുകളൊന്നും ഇവർക്ക് കൊടുത്തിട്ടില്ല, എയർലൈനുകൾ കൊടുത്തില്ല. 1100 വിമാനങ്ങൾ ഡ്രീം ലൈനർ വിമാനങ്ങൾ ലോകത്ത് പറക്കുന്നുണ്ട്. അപ്പം ഒരു അപകടം, ആ സീരീസിൽപ്പെട്ട ഒരു വിമാനത്തിന് ഒരു അപകടം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും ടെക്നിക്കലായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ, അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ, തോന്നിയിട്ടെങ്കിലും ഉണ്ടെങ്കിൽ, ഉടൻ ആ സീരീസിൽ പെട്ട വിമാനം പറപ്പിക്കുന്ന എല്ലാവർക്കും അതിന്റെ നിർദ്ദേശം പോകുന്നു, ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അതൊന്ന് നോക്കണം. അങ്ങനെയൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല ബോയിങ് കമ്പനി. കാര്യം ഇത് അവരുടെയും കൂടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഡ്രീം ലൈനർ വിമാനങ്ങളുടെ ആ സീരീസിൽ ഉണ്ടാകുന്ന ആദ്യത്തെ അപകടമാണിത്. അതുമല്ല, ഈ വിമാനം ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിൽ വന്ന വിമാനമാണ്. അഹമ്മദാബാദിൽ നിന്നാണ് ഇത് ലണ്ടനിലേക്ക് പോകുന്നത്. ഇതെല്ലാം കൂടെ വെച്ച് കൂട്ടി വായിക്കുമ്പോൾ വിമാനത്തിന് ടെക്നിക്കലായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. വളരെ ദാരുണമായ ഒരു തിരിച്ചറിവാണത്. ഭീകരമായ ഒരു കാര്യമാണ്. പൂർണ്ണമായും ഈ പ്രാഥമിക റിപ്പോർട്ട് വായിച്ച ഒരു വ്യക്തി, ഇതുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായ അറിവുള്ള ഒരാൾ, കോക്പിറ്റിന്റെ സാങ്കേതികത്വം ഒക്കെ അറിയുന്ന ഒരാൾ പറയുന്നത് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുകയാണ്. ഇതൊരു എന്താ പറയുക, 270-ലധികം ആളുകൾ കൊല്ലപ്പെടുന്ന, അതിനേക്കാൾ അധികം ആളുകൾ വീണ്ടും അതിന്റെ തൊട്ടടുത്തത് ഒരു റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് വരുന്നു. എത്രയോ ആളുകൾ കൊല്ലപ്പെട്ടു. ഇപ്പോഴും DNA പോലും തിരിച്ചറിയാൻ പറ്റത്തില്ലാത്ത മൃതശരീരങ്ങളുടെ ഓരോ ഭാഗങ്ങൾ, ആളുകളെ കാണാതില്ല, ഭസ്മമായി പോയ ആളുകൾ. അങ്ങനത്തെ സാഹചര്യത്തിൽ ഒരു കൊലപാതകം ആണ്, അതൊരു കൂട്ടക്കൊലപാതകമാണെന്നൊരു ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് ശബരി പ്രസാദ് പറയുന്നത്. ഭീകരമാണ്, വിഷമമാണ് വരുന്നത്. എന്തിനിത് ചെയ്തു എന്നൊരു ചോദ്യം മാത്രമാണ് ബാക്കിയാവുന്നത്. എന്തായാലും ഇതിന്റെ ബാക്കി ചർച്ചകളൊക്കെ നടക്കേണ്ടതുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് എല്ലാവരും ഇപ്പോൾ തന്നെ അവെയർ ആണ് എന്നാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഗൂഢ സിദ്ധാന്തങ്ങൾ ആരോപിക്കുന്നവരോടും ആ സ്വിച്ച് എങ്ങനെ ഓഫായി എന്ന് ചോദിക്കുന്നവരോടും ഒക്കെ പറയേണ്ടുന്നത്, നിങ്ങൾ റിപ്പോർട്ട് പൂർണ്ണമായും വായിച്ചതിന് ശേഷം പറയും. ഇതിന് ഇന്നത്തെ കാര്യമുണ്ടല്ലോ, ഇത് ഈ ഗൂഢസിദ്ധാന്തം ഇവരിപ്പോ ഉണ്ട്. ഒന്നാമത് ഇത് മാനുവലായിട്ട് മാത്രം ഓഫ് ചെയ്യാൻ പറ്റുന്ന സ്വിച്ചുകളാണിത്. ഹണിവെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനി ഉണ്ടാക്കുന്ന സ്വിച്ചുകളാണിത്. ആ സ്വിച്ചുകൾ ഇപ്പം വേറെ വിമാനത്തിന്റെ വൈബ്രേഷൻ കൊണ്ട് അങ്ങനെ ഓഫായി പോയി, എന്തായാലും പറന്നു വരുമ്പോ കുറച്ച് വൈബ്രേഷൻ ഒക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാകാം ഇങ്ങനെയൊക്കെ ഓരോന്നൊന്ന് പറയണം. കാര്യം ഇതിന്റെ അകത്ത് അല്ല, അത് എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഒരിക്കലും ഒരു പൈലറ്റ് അങ്ങനെ ചെയ്യില്ല എന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഗൂഢാലോചന സിദ്ധാന്തമാണെന്നും ഞാൻ പറയുന്നില്ല. നമ്മുടെയൊക്കെ മാനവികത കൊണ്ട് നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കപ്പെടുന്നതാണ്. തീർച്ചയായും അതെന്തെങ്കിലും ഒരു ടെക്നിക്കലർ ആയിരിക്കണേ എന്നാണ് ഞാനും നിങ്ങളും എല്ലാവരും ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. പക്ഷേ അങ്ങനെയൊന്നും ആവണമെന്നില്ലല്ലോ. കാര്യം നമ്മൾ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ അംഗീകരിച്ചല്ലേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. എന്തായാലും ഇതൊരു വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്.
തീർച്ചയായിട്ടും. അതിഭീകരമാണ് അവസ്ഥ അങ്ങനെയെങ്കിൽ. അന്ന് അനുഭവിച്ച അതേ മാനസിക വിഷമമാണ് ഇപ്പോഴും എനിക്കുള്ളത്. എന്തായാലും നമുക്ക് അടുത്ത ഘട്ടത്തിലെ പ്രധാനപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽ ആയ റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കാം. ഒരുപാട് നന്ദി ശ്യാമപ്രസാദ് സാർ. മറുനാടിനോട് സംസാരിച്ചതിൽ വളരെ വളരെ ഉപകാരപ്പെട്ട ഒരു ഇന്റർവ്യൂ ആയിരുന്നു. താങ്ക് യു സോ മച്ച്.